മാല ഞാനിടും, ബൊക്കെ ഷാൻഡി ഇട്ടോണം. അല്ല ഞാൻ ഈശ്വരന്മാരെ, പുതിയ എസ് ഐ പഴയ എസ് ഐമാരെ പോലെ സഹകരണമുള്ള ആളായിരിക്കണേ. അതെ, നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ നോക്കിട്ട് വരാം. ഷാൻഡി എവിടെ? വാ, ഒന്ന് വേഗം കൊണ്ടുവാടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അല്ല അത് ശരി, നീ കളിച്ച് ഇപ്പൊ പോലീസുകാരുടെ തോണൊക്കെ ഇരുന്നുണ്ട കളി. കട്ട മുതലിന്റെ വിഹിതം തരുന്നതൊക്കെ ശരി തന്നെ, അതിനുള്ള നന്ദി ഔദാര്യമൊക്കെ ഞങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതാ നോക്കേ, കാക്കിട്ടുള്ള ഈ കള്ളപ്പരിപാടി ഇവിടെ വേണ്ട കേട്ടാ. ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിർത്തടോ. എന്താണിത്? വായിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാണ്? ജയശങ്കർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. സല്യൂട്ട് ആൻഡ് ഫോളോ മീ. എന്റെ പണിയുടെ കാര്യം തീരുമാനമായി. സാർ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? ഓക്കെ. ജനങ്ങൾക്ക് ഇപ്പൊ പോലീസിനോട് പേടി കൊണ്ടുള്ള ബഹുമാന, അത് മാറണം. ബഹുമാനം കൊണ്ടുള്ള പേടിയാ വേണ്ടത്. ശബ്ദത്തിൽ മാത്രം ഒരു വ്യത്യാസം. പക്ഷെ കണ്ണും മൂക്കും ഒക്കെ അത് തന്നെ. അത് ചിലപ്പോ തോന്നില്ലായിരിക്കുന്നേ. അതായത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെറുതായിരിക്കുമ്പോ എന്നെ പോലൊരു കൊച്ചിനെ വഴി കണ്ടെന്ന് പറഞ്ഞ് അച്ഛനുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കും. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടാവും. എന്താടോ? അല്ല 9. താൻ 9? അയ്യ അല്ല, സാറിന്റെ അതേ രൂപത്തിലൊരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ഫോട്ടോ എവിടെ? ആ ഫോട്ടോ എടുത്ത് താനെന്താ തിന്നോ? ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷെ ഇനി മുതൽ അക്ഷരാർത്ഥത്തിൽ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കണം. ഓക്കെ. ഹലോ, സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സ്പീക്കിംഗ്. CI സാജൻ ജോസഫ് സ്പീക്കിംഗ്. എന്താ സാർ? എന്ത് എന്താ അവിടെ? ഇല്ല സാർ, ഇവിടെ പറഞ്ഞാണ് സാർ. പുതിയ SI ചാർജ് എടുക്കാൻ CIയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്ന അറിയില്ലോ? സാർ, അതോ ഇനി അയാൾ സൈബർ സെല്ലിൽ ഇരുന്ന ആളാണ്, ട്രാഫിക്കിൽ ഇരുന്ന ആളാണ്, സാവധാനം വന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് തോന്നലുണ്ടോ? സൈബർ സെല്ലിൽ ഞാൻ പുലിയായിരുന്നോ? പുലി. അയ്യോ സാർ, ഞാൻ ചാർജ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ASIയും കൂട്ടരൊക്കെ സാറിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. സാറ് വന്ന ശേഷമാണ് ഈസ്റ്റ് സർക്കിളിലെ സ്റ്റേഷനൊക്കെ ക്ലീൻ ആയത്. ക്രിമിനലുകളൊക്കെ സാറിനെ കണ്ട കിട്ടുകിട്ടേ വിറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സാർ. എന്നാ കുഴപ്പമില്ല, മുഴുവനും കേട്ടിട്ട് വന്നാൽ വേണ്ട സാർ, ഞാൻ എന്താ വരുന്നു സാർ. സാർ, CIയുടെ റൂം ഏതാ? ഇതിലെ പോയിട്ട് മുകളിൽ നിലയിൽ വലത് ഭാഗത്ത്. എന്നാലും ഫോട്ടോ എവിടെ പോയി? ഫോട്ടോ ഞാൻ പറിച്ചു തിന്നോടോ? ഇല്ല സാർ. നോക്ക്, എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് വെച്ചേക്കില്ല ഞാൻ പറഞ്ഞേക്ക്. ഒരേ ബാച്ച് എന്നുള്ളതൊക്കെ ശരിയാ. ഇനി എങ്ങനെ ട്രാഫിക് വിളിച്ചാണ്ടല്ലോ ഞാൻ പറയുന്നില്ല. ട്രാഫിക് AR സൈബർ എന്നൊക്കെ ആൾക്കാർക്ക് എന്താ മഹാരോഗം മാതിരിയാ. ഒരു ജാതക മീറ്റിംഗ് പറ്റും ഉണ്ടാവട്ടെ, അപ്പൊ അറിയാം ട്രാഫിക്കിന്റെ വില. താനേതാ? സബ് ഇൻസ്പെക്ടർ ജയശങ്കർ സാർ. സാർ കുറച്ചു മുമ്പ് വിളിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞ. ഇരിക്കേ സാർ. ഇരിക്കാൻ വരട്ടെ. എന്താ സാർ? താനെന്തോ കുനിഞ്ഞു നിൽക്കുന്നത്? ബഹുമാനം കൊണ്ടാണ് സാർ. ഇങ്ങോട്ട് വരികടോ. സാർ, എന്താണ് സാർ? അന്നൊരു ജ്വല്ലറിയിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. ഏത് ജ്വല്ലറി? എന്തോന്ന് ജ്വല്ലറി? വെഡിങ് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട്. താനാ തൊപ്പി മാറ്റിക്കേ. സാർ, തൊപ്പി മാറ്റാൻ ഇല്ല സാർ. എന്താ? ഞാൻ ശവത്തിന് മുമ്പിൽ മാത്രമേ തൊപ്പി ഊരാറുള്ളൂ. സാറിന് നിർബന്ധമാണെങ്കിൽ. വേണ്ട സാർ. തന്നെ പോലെ ഒരാളെ, അല്ല 2 പേരെ ഞാൻ കണ്ടു. ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ സാറേ പറയാറ്? അപ്പൊ 5 പേരും കൂടെ വരാൻ? ഇല്ല സാർ. ഡിറ്റോ. ഓ, അതുപോലെ തന്നെ. എന്നാലും ഇത്രയൊരു സാമ്യം കാണും സാർ, സാമ്യം കാണും. സാർ ഈ ഉറുമ്പുകളെയും കാക്കകളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. വേറെയല്ലേ? ശരിയാ, ഫുൾ ബ്ലാക്കാ. ഡോ
താൻ എന്നെ ലോജിക്ക് പറഞ്ഞ കൺഫ്യൂഷൻ കാണോ? ഇല്ല, സർ. താനെന്താ കളിക്കുട്ടിയോ? ഇല്ല, ഒരു സർ. ഉറുമ്പും കാക്കയും. സർ. ഞാൻ ഈ തൃക്കര സ്റ്റേഷൻ അറിയാം സർ. ഈ തൃക്കര സ്റ്റേഷൻ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കാൻ പോവാ. കാലത്തെ അവരൊന്ന് അടിച്ചു വരി പോയുള്ളൂ. ഞാൻ തൂക്കലല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഈസ്റ്റ് സർക്കിളിൽ പൊതുവെ കള്ളന്മാരും ക്രിമിനൽസ് ഒക്കെ കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശാന്തിയും സമാധാനമുള്ള സ്ഥലങ്ങളല്ലേ ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്നത്. അവിടെയാണ് സാർ പോലീസിന്റെ പ്രസക്തി. അതുകൊണ്ട് ഈ തൃക്കര ഞാനൊന്ന് വെട്ടിപ്പാക്കാൻ പോവാ. സാറിന് അനുവാദം ഉണ്ടെങ്കിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വിത്ത് യുവർ പെർമിഷൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? പ്ലീസ്. സാർ ഒരു സുന്ദരനാണ് സാർ. ഈ കവിളെന്താ സാർ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്? ഈ രണ്ടു ഉറുമ്പുകളെ കണ്ടാൽ എനിക്ക് അല്ല വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഏത് കേസ്? ഒരു കുഴഞ്ഞ കേസാ, താൻ പോ. ഇതാവൻ തന്നെയാ. അങ്ങേര് കള്ളനോ പോലീസോ ആവട്ടെ, ഏട്ടൻ വന്ന് ഭക്ഷണം കഴിക്കേ. ഒരു പ്രശ്നത്തിൽ മനസ്സർപ്പിച്ചിരിക്കുന്ന ആൾക്ക് ഭക്ഷണം ഇറങ്ങില്ല. നീ ഇരട്ടകൾക്ക് സാദൃശ്യം ഉണ്ടാവാം. ഇതിപ്പോ അങ്ങനെയാണോ? ഒരുമാതിരി ഡബിൾ റോൾ പോലെ. അതെ, വെള്ളം അടിച്ച അങ്ങനെയൊക്കെ തോന്നും. അവനോട് ഇരുന്ന് ഉറങ്ങാൻ പറയണ്ടോ? ഏട്ടാ, ഈ SIയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പരിശോധിച്ചില്ലേ? എല്ലാ റെക്കോർഡ്സും വെരിഫൈ ചെയ്താ ഒക്കെ ഓക്കെയാ. കൃത്യമായ പോസ്റ്റിങ്ങും. അപ്പൊ പിന്നെ ബാക്കിയല്ല ഏട്ടന്റെ തോന്നലാ. എന്റെ എടുത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഏട്ടൻ ചെറുപ്പത്തിലെ എങ്ങനെയാ ഒരല്പം എടുത്തു ചാട്ടം, ആവശ്യമില്ലാത്ത സംശയം, പിന്നെ കുറച്ചൊക്കെ മണ്ടത്തരോ. മണ്ടത്തരോ? ആർക്കടി മണ്ടത്തരം? അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാ? പക്ഷെ അവനെ പൊക്കും. അതിന് JCB കൊണ്ടുവരേണ്ടി വരും. ഇവൻ ആരുടെ മോനാടി? എന്തായാലും ഈ SI ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് എന്റേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി, നീ നോക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചോണ്ടല്ലോ. അവൻ ഉറങ്ങി. എന്നാ നടന്നത് തന്നെ.